ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. പഞ്ചഗ്രന്ഥങ്ങളിൽ സംഖ്യാപുസ്തകമാണല്ലോ നമ്മൾ പഠിക്കാൻ ആരംഭിച്ചത്. ഇന്നലെ 1-ാം അധ്യായം വായിച്ചു. 1-ാം അധ്യായത്തിൽ 20 വയസ്സിന് മുകളിൽ പ്രായമുള്ള യുദ്ധപ്രാപ്തിയുള്ള പുരുഷന്മാരെ ഒക്കെ വേർതിരിക്കുന്നതാണ് നമ്മൾ കണ്ടത്. 2-ാം അധ്യായത്തിൽ അവർ പാളയമടിക്കേണ്ട ക്രമത്തെക്കുറിച്ചാണ് ഇവിടെ പറയുക. ഇസ്രായേൽ ജനം അവരുടെ ഓരോരുത്തരും അവരുടെ ഗോത്രത്തിൻ്റെ മുദ്രയോടുകൂടിയ പതാകയുടെ കീഴിൽ അവർ പാളയമടിക്കണം. അവർ പാളയമടിക്കേണ്ടത് സമാഗമന കൂടാരത്തിന് ചുറ്റുമാണ്. കാരണം ഏത് ഗോത്രത്തിൽ നിന്ന് ഏത് കൂടാരത്തിൽ നിന്ന് നോക്കിയാലും സമാഗമന കൂടാരം കാണണം. അവിടെയാണ് ദൈവനാമത്തിലുള്ള ആരാധന അവർ നടത്തുന്നത്. അതുകൊണ്ട് എവിടെ നിന്ന് നോക്കിയാലും ആ ദേവാലയം കാണുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ കാണുന്നതിന് അത് തുല്യമാണ്. ദൈവസാമീപ്യം എപ്പോഴും വരുന്ന സ്ഥലമാണ് ദേവാലയം. അതുകൊണ്ട് ക്രൈസ്തവ സഭയിൽ നമുക്കറിയാം, പണ്ട് കാലങ്ങളിൽ ദേവാലയങ്ങളിലൊക്കെ കൂടുതൽ സ്ഥാപിച്ചിരുന്ന മലമുകളിലാണ്. താഴ്വരയുടെ ഏതു കോണിൽ നിന്ന് നോക്കിയാലും ദേവാലയം കാണുവാൻ സാധിക്കണം. അപ്പം അതുകൊണ്ട് എല്ലാവർക്കും കാണത്തക്കവണ്ണം ഉയർന്ന സ്ഥലങ്ങളിൽ ദേവാലയം സ്ഥാപിച്ചിരുന്നു. ഇതുപോലെ ഏത് ഗോത്രത്തിൽ നിന്ന് നോക്കിയാലും ഏത് പാളയത്തിൽ നിന്ന് നോക്കിയാലും സമാഗമന കൂടാരം കാണത്തക്ക വിധത്തിലാണ് അതിൻ്റെ ക്രമീകരണങ്ങൾ. എന്നിട്ട് പറയുന്നു, ഇതിൽ അവർ പാളയം ഇറങ്ങുമ്പോൾ അതിൻ്റെ കിഴക്ക് വശത്ത് പാളയം അടിക്കേണ്ടത് യൂദാ ഗോത്രമാണ്, യഹൂദാ ഗോത്രം. യഹൂദാ ഗോത്രത്തിൽ നിന്നാണ് നമ്മുടെ കർത്താവിൻ്റെ മനുഷ്യാവതാരം സംഭവിക്കുന്നത്. കിഴക്ക് സൂര്യൻ ഉദിക്കുന്ന ആ സ്ഥലത്ത് എന്ന് പറഞ്ഞ മഹാസൂര്യനായ കർത്താവ് യഹൂദാ ഗോത്രത്തിൽ നിന്ന് ജനിക്കാൻ പോകുന്നതിൻ്റെ സൂചനയാണത്. കർത്താവിൻ്റെ 2-ാമത്തെ വരവും കിഴക്ക് നിന്ന് പടിഞ്ഞാറോളം മിന്നൽ പോലെ ഉണ്ടാകുമെന്നാണല്ലോ വിശുദ്ധ ബൈബിൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് പരിശുദ്ധ സുറിയാനി സഭയിൽ നമ്മൾ കിഴക്കോട്ട് നിന്ന് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം അതാണ്. കിഴക്ക് നിന്ന് കർത്താവിൻ്റെ ആഗമനത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു എന്നുള്ളതാണ്. എന്നിട്ട് അവരോട് ചേർന്ന് വേറെ 2 ഗോത്രങ്ങൾ കൂടിയുണ്ട്. രൂബൻ, ഇസ്സാക്കാർ ഗോത്രവും സെബൂലൂൻ ഗോത്രവും. അവർ ഈ യഹൂദാ ഗോത്രത്തോട് ചേർന്നാണ്. അവരിൽ ആകെയുള്ള ആളുകളുടെ എണ്ണം 1,86,400 പേര്, യുദ്ധപ്രാപ്തിയുള്ള പുരുഷന്മാർ. ഇനി 2-ാമത് രൂബേൻ ഗോത്രത്തെക്കുറിച്ച് പറയുന്നു. യാക്കോബിൻ്റെ 12 മക്കളിൽ മൂത്തയാളാണ് രൂബേൻ. പക്ഷെ അത് 2-ാമതാണ് വരുന്നത്. രൂബേൻ ഗോത്രം തെക്കുവശത്തായിട്ട് പാളയം അടിക്കണം. സമാഗമന കൂടാരത്തിൻ്റെ തെക്കുവശത്തായി അവർ പാളയം അടിക്കണം. അവരുടെ കൂടെ സിമിയോൻ ഗോത്രവും ഗാദ് ഗോത്രവുമുണ്ട്. ആകെ 1,81,450 പേര് യുദ്ധത്തിന് സാധ്യതയുള്ളവരാണ് അവർ. പിന്നെ 17-ാം വാക്യം നമ്മൾ വായിക്കുന്നു, പാളയത്തിൻ്റെ നടുവിൽ ആണ് ലേവ്യ ഗോത്രം. അവർ സമാഗമന കൂടാരം അവിടെ സ്ഥാപിക്കണം. പാളയം അവിടെ നിന്ന് പൊളിച്ചുകൊണ്ട് പോകണം. പിന്നെ പാളയം അടിക്കണം. അതിൻ്റെ മധ്യഭാഗത്തായിട്ടാണ്. ഇനി അതിൻ്റെ പടിഞ്ഞാറ് വശത്ത് എബ്രയീം ഗോത്രം, അതിൻ്റെ കൂടെ മനസ്സ ഗോത്രവും ബെഞ്ചമിൻ ഗോത്രവുമുണ്ട്. ആകെ എണ്ണം 1,80,100 പേർ അവർ. വടക്ക് വശത്ത് ദാൻ ഗോത്രം, അവരുടെ കൂടെ ആഷർ നഫ്താലി, ആകെ 1,86,600 പേർ. ആകെ ഇന്നലെ നമ്മൾ കേട്ടതുപോലെ 6,03,550 പേര് യുദ്ധപ്രാപ്തിയുള്ള പുരുഷന്മാർ. ഇതൊക്കെ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ദൈവം ക്രമത്തിൻ്റെ ഒരു ദൈവമാണ്. ഇവിടെ ദൈവം തൻ്റെ ജനത്തെ ശിക്ഷണവും ക്രമീകരണവും എങ്ങനെയെന്ന് വ്യക്തമായി പഠിപ്പിക്കുന്നത് ഈ സംഖ്യാപുസ്തകത്തിൽ നമുക്ക് കാണാൻ പറ്റും.
ഇവരെ ഈജിപ്തിൽ നിന്ന് വിടുവിച്ചുകൊണ്ട് വരുമ്പോൾ യാതൊരു ശിക്ഷാ രീതിയുമില്ലാത്ത, യാതൊരു ശിക്ഷാക്രമവുമില്ലാത്ത, ഒരു ശിക്ഷണവും ജീവിതത്തിലില്ലാത്ത വെറും അടിമക്കൂട്ടങ്ങൾ മാത്രമായിരുന്നു. എന്നാൽ അവരെ അവിടെ നിന്ന് ദൈവം അവരെ വിടുവിച്ചു. പുറപ്പാട്, ലേവ്യ, സംഖ്യാപുസ്തകങ്ങളിൽ ദൈവം അവരെ ഡിസിപ്ലിൻ പഠിപ്പിക്കുന്നതായി കാണാം. അവരെ ശുചിത്വം എന്താണ്, ആരാധനയുടെ ക്രമം എങ്ങനെയാണ്, ശിക്ഷണം എങ്ങനെയാണ് എന്നെല്ലാം വളരെ വ്യക്തമായി അവരുടെ ജീവിതത്തിൽ മോശ മുഖാന്തരം അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് നമ്മൾ ക്രൈസ്തവരായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ജീവിതത്തിൽ എല്ലാത്തിനും ഒരു ഡിസിപ്ലിൻ ഉണ്ടാവണം. പ്രാർത്ഥന, ഭക്ഷണം, ജോലി, ഉറക്കം, വസ്ത്രധാരണം, മറ്റുള്ളവരോടുള്ള നമ്മുടെ പെരുമാറ്റ രീതി, ഇതിനെല്ലാം ഒരു ശിക്ഷണക്രമം നമുക്ക് വളരെ അത്യാവശ്യമാണ്. അടുക്കും ചിട്ടയുമില്ലാത്ത ജീവിതം വാസ്തവത്തിൽ ഒരു നരകതുല്യം തന്നെയാണ്. ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ആത്മീയമായ വളർച്ചയെയും ബാധിക്കുന്നതാണ്. എത്ര ആത്മീയ അനുഭവമുള്ള ആളാണെങ്കിൽ പോലും ജീവിതത്തിൽ ഡിസിപ്ലിൻ ഇല്ല എങ്കിൽ അദ്ദേഹത്തിന് ഒരു ദൈവ മകനായി ജീവിക്കുവാൻ പ്രയാസമാണ്. അത്തരം ഒരു വലിയ ക്രമീകരണത്തിൻ്റെ വിശദാംശങ്ങളാണ് സംഖ്യാപുസ്തകത്തിൽ ഇനി നമുക്ക് മുന്നോട്ട് ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള വിശ്വാസികൾ, സ്ത്രീപുരുഷന്മാരായി നമുക്ക് മാറണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ശിക്ഷണം അഥവാ ഡിസിപ്ലിൻ ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. സഭയ്ക്ക് എല്ലാത്തിനും ഒരു ഡിസിപ്ലിനുണ്ട്. ആരാധനയ്ക്ക്, നോമ്പ്, ഉപവാസം, സമയക്രമം അനുസരിച്ചുള്ള യാമപ്രാർത്ഥനകൾ, അതുപോലെ തന്നെ ആരാധനാ രീതി, ഭക്ഷണക്രമം, വസ്ത്രധാരണ രീതി, സംസാര രീതി, അതിഥി സൽക്കാരം, ജോലി, വിശ്രമം, ഇവയിലെല്ലാം ഒരു ക്രമീകരണമുണ്ട്. അതനുസരിച്ച് ചെയ്യുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ വിശ്വാസികളും ക്രൈസ്തവരുമായിട്ട് മാറുന്നത്. ജീവിതത്തിൽ നമുക്ക് ഒരു ഡിസിപ്ലിൻ ഇല്ല എങ്കിൽ നമുക്കൊന്നും ആവില്ല. ഇതുപോലെയാണ് വേദപുസ്തകം വായിക്കുന്നതിനും നമുക്കൊരു സമയക്രമീകരണം ഉണ്ടാവണം. അത് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ ഡിസിപ്ലിൻ്റെ ഭാഗമാകണം. എല്ലാ ദിവസവും ദൈവവചനം വായിക്കുക, പ്രാർത്ഥിക്കുക, ആരാധനയിൽ മുടക്കം കൂടാതെ പങ്കെടുക്കുക, നോമ്പ് ഉപവാസവും കൃത്യമായിട്ട് നമ്മൾ അനുഷ്ഠിക്കുക. ഇതെല്ലാം പിതാക്കന്മാർ നമുക്ക് ക്രമീകരിച്ച് തന്നിട്ടുണ്ട്. അതനുസരിച്ച് ജീവിക്കുമ്പോഴാണ് നല്ല വിശ്വാസികളായ മറ്റുള്ളവർക്ക്, ദേശത്തിനും സമൂഹത്തിനും ഒരു അനുഗ്രഹമായി ജീവിക്കാൻ നമുക്ക് സാധിക്കുന്നത്. അതിനുവേണ്ടി നമുക്ക് ശ്രമിക്കാം. ദൈവമേ, പരിശുദ്ധാത്മാവേ, അതിന് നമ്മളെ ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരെയും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ.